വിദ്യാലയങ്ങളിലേക്കും വായനശാലകളിലേക്കും MLA ഫണ്ടിൽ നിന്ന് പുസ്തകങ്ങൾ നൽകി മുഹമ്മദ് മൂസിൻ MLA. പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് കൈമാറുന്നത്. മണ്ഡലത്തിലെ തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലേക്കും വായനശാലകളിലേക്കും പുസ്തകങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി പട്ടാമ്പി MLA മുഹമ്മദ് മൂസിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് നൽകുന്നത്. നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ചായിരുന്നു പുസ്തക വിതരണം നടത്തിയത്. വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. തിരഞ്ഞെടുത്ത 26 UP ഹൈസ്കൂൾ വിദ്യാലയങ്ങളിലേക്കും 10 വായനശാലകളിലേക്കുമാണ് പുസ്തകങ്ങൾ നൽകുന്നത്. മുഹമ്മദ് മൂസിൻ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഈ വായന ആ പ്രായത്തിലുള്ള നമ്മൾ വായിക്കുന്നത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നത് വലിയ രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നീട് നമ്മൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. നമുക്കറിയാം, അമേരിക്കയിലെ അടിമത്തത്തിനെതിരായിട്ടുള്ള വലിയ ഒരു മുന്നേറ്റത്തിന് ഒരു പുസ്തകം അല്ലെങ്കിൽ ചെറിയൊരു കഥയാണ് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടായത് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് മാറ്റിമറിച്ച് ഒരുപാട്, ഇപ്പോൾ ബൈബിളാണെങ്കിലും ഖുറാനാണെങ്കിലും ഒക്കെ വായിക്കുന്നത് ഒരുപാട് ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അടക്കമുള്ളത് എത്ര വലിയൊരു സ്വാധീനത്തിലേക്ക് പോയിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവം തന്നെ വായനയുമായി ബന്ധപ്പെട്ടാണ് പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ ചില്ലറ കാര്യമല്ല വായന എന്ന് പറയുന്നത്. അപ്പോൾ വായനയ്ക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടത് പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റു കാര്യങ്ങൾ, കുട്ടികളെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മൾ മുതിർന്നവരും ഏറ്റവും കൂടുതൽ നമ്മുടെ സ്ക്രീൻ ടൈം അത് വലിയൊരു അഡിക്ഷനായി മാറിയിരിക്കുകയാണ്. വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MK ഗിരിജ അധ്യക്ഷയായി. എഴുത്തുകാരിയും അധ്യാപികയുമായ സുധാ തെക്കേമഠം മുഖ്യാതിഥിയായി. ജനപ്രതിനിധികൾ, അധ്യാപകർ, വായനശാല പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. NCV ന്യൂസ് തൃത്താല.